കാർഷിക വാർത്തകൾ. കോഴിമുട്ട വിലയിൽ ഇടിവ്. ജനുവരി 1 റെക്കോർഡ് വിലയായ 6 രൂപ 40 പൈസയിലെത്തിയ മുട്ടവില 20 ദിവസത്തിനിടെ 5 രൂപയായി താഴ്ന്നു. ഉൽപാദനം വർദ്ധിച്ചതാണ് വിലക്കുറവിന് കാരണമായത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന കോഴിമുട്ട ഉൽപാദന കേന്ദ്രമായ തമിഴ്നാട്ടിലെ നാമക്കലിൽ മുട്ടവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ജനുവരി 1 മുട്ടയ്ക്ക് 6 രൂപ 40 പൈസ എന്ന റെക്കോർഡ് വിലയിലെത്തിയിരുന്നു. ഡിസംബർ മാസത്തിൽ ക്രിസ്മസും പുതുവർഷവും മുന്നിൽ കണ്ട് കേക്ക് നിർമ്മാണത്തിനായി വൻതോതിൽ ഓർഡറുകൾ എത്തിയതോടെയാണ് വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. ജനുവരി 4 വരെ ഈ ഉയർന്ന വില തുടർന്നു. എന്നാൽ ജനുവരി 5 വില ഇടിയാൻ തുടങ്ങി. ആദ്യം 20 പൈസ കുറഞ്ഞ വില പിന്നീട് ദിനംപ്രതി കുറയുകയായിരുന്നു. ജനുവരി 18 30 പൈസ കുറഞ്ഞ വില 5 രൂപ 30 പൈസയായി. ചൊവ്വാഴ്ചയുടെ വില 5 രൂപയിലെത്തി. 20 ദിവസത്തിനിടെ 1 രൂപ 40 പൈസയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഉൽപാദനം വർദ്ധിച്ചതും തൈപ്പൂയം ആഘോഷവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ മുട്ട ഉപയോഗം കുറയുന്നതുമാണ് വിലക്കുറവിന് കാരണമായത്. 2025 ജനുവരി 20 മുട്ടയ്ക്ക് 4 രൂപ 80 പൈസയായിരുന്നു വില. ഇത്തവണ 5 രൂപയാണ് ഇപ്പോഴത്തെ ഹോൾസെയിൽ വില. കടകളിൽ ചില്ലറ വിൽപ്പന വില 6 രൂപ 50 പൈസയായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനലിൽ കൊടിയുണങ്ങിയതോടെ വെറ്റില കൃഷി പ്രതിസന്ധിയിൽ. വിപണിയിൽ ആവശ്യകത ഉയരുമ്പോഴും ഉൽപാദനം കുറഞ്ഞതോടെ വില കുതിച്ചുയരുകയാണ്. ഒരു കാലത്ത് 100-ന് താഴെയായിരുന്ന ഒരു കെട്ട് വെറ്റിലയുടെ വില ഇപ്പോൾ 150 രൂപയാണ്. കടുത്ത ചൂടാണ് വെറ്റില കൃഷിയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. വേനൽ രൂക്ഷമായതോടെ വെറ്റില കൊടികൾ ഉണങ്ങി വിളവ് ഗണ്യമായി കുറഞ്ഞു. വിപണിയിൽ ഡിമാൻഡ് ഉയർന്നതോടെയാണ് വില കുതിച്ചുയർന്നത്. ഒരു കെട്ട് വെറ്റിലയ്ക്ക് ഇപ്പോൾ 100 മുതൽ 150 രൂപ വരെയാണ് വില. ആയുർവേദ ഉൽപാദനത്തിനും മറ്റാവശ്യങ്ങൾക്കും വെറ്റിലയ്ക്ക് വിപണിയിൽ വലിയ ആവശ്യകതയുണ്ട്. എന്നാൽ മറ്റു കർഷകർക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ വെറ്റില കർഷകർക്ക് ലഭിക്കാത്തതും വിപണിയിൽ സ്ഥിരമായ വിലയില്ലാത്തതും കർഷകരെ മറ്റു കൃഷികളിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കുകയാണ്. കർഷകർ മാർക്കറ്റിലെത്തിക്കുന്ന വെറ്റില മൊത്തക്കച്ചവടക്കാർ വഴി കടകളിലെത്തും. എന്നാൽ പാൻ മസാലയുടെ വ്യാപകമായ ഉപയോഗം മൂലം മുറുക്കാൻ കടകളിലെ കച്ചവടം കുറഞ്ഞതും വെറ്റില വിപണിയെ ബാധിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണ്. ആഴ്ചതോറും വരുമാനം ലഭിക്കുന്ന കൃഷിയായതിനാൽ ഒരു കാലത്ത് നിരവധി കർഷകർ വെറ്റില കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. ഒരു കെട്ട് വെറ്റില എന്നാൽ 24 വെറ്റില വീതമുള്ള 4 അടുക്കുകളാണ്. വേനൽക്കാലത്ത് മറ്റു കൃഷികളേക്കാൾ കൂടുതൽ ജലം ആവശ്യമായ വെറ്റില കൃഷി ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഒതുങ്ങുന്ന അവസ്ഥയിലാണ്. നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ ഈ പരമ്പരാഗത കൃഷി പോലും അസ്തിത്വ ഭീഷണിയിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വില ഉയർന്നിട്ടും പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ കിഴക്കൻ മേഖലയിലെ റബ്ബർ കർഷകർ. വേനൽ കടുത്തതും മാസങ്ങളായി തുടരുന്ന ശക്തമായ കാറ്റുമാണ് റബ്ബർ കൃഷിയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നത്. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ കർഷകരും തൊഴിലാളികളും ഒരുപോലെ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് റബ്ബർ ഷീറ്റിന് കിലോഗ്രാമിന് ഏകദേശം 4 രൂപ വർദ്ധിച്ച് ഇപ്പോൾ 189 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ഒട്ടുകറയ്ക്ക് കിലോഗ്രാമിന് 119 രൂപയിലാണ് നിലവിലെ വില. വരുന്ന ദിവസങ്ങളിൽ റബ്ബർ ഷീറ്റിന് 200 രൂപ വരെ വില ഉയരുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. എന്നാൽ കടുത്ത ചൂടും തുടർച്ചയായ കാറ്റും റബ്ബർ ടാപ്പിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ചൂട് വർദ്ധിച്ചതോടെ പല തോട്ടങ്ങളിലും ടാപ്പിംഗ് പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നു. മഴക്കാലത്ത് ടാപ്പിംഗ് നിർത്തിയിരുന്ന പല തോട്ടങ്ങളിലും ഇതുവരെ പുനരാരംഭിക്കാനായിട്ടില്ല. കാറ്റ് ശക്തമായതോടെ പുലർച്ചെ വെട്ടിയാലും റബ്ബർ പാല് ഊറിവരുന്നത് പെട്ടെന്ന് നിലയ്ക്കുകയും കാന വഴി ഒഴുകിയെത്താതെ പാൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ചിരട്ടയിലെത്തുന്ന പാൽ പെട്ടെന്ന് കട്ടിയാകുന്നതിനും ഇടയാകുന്നുണ്ട്. ഉൽപാദനം കുറഞ്ഞതോടെ ഇതിനകം പല ചെറിയ തോട്ടങ്ങളിലും കൂലി കൊടുക്കാൻ പോലും വഴിയില്ലാതെ ഉടമകൾ ടാപ്പിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് ഉടമകൾക്കൊപ്പം ടാപ്പിംഗ് ജോലി മാത്രം ആശ്രയിക്കുന്ന തൊഴിലാളികൾക്കും തിരിച്ചടിയാണ്. മഴക്കാലത്ത് പ്ലാസ്റ്റിക് ഇട്ട് തുടർച്ചയായി ടാപ്പിംഗ് നടത്തിവന്ന തോട്ടങ്ങളിൽ മാത്രമാണ് നിലവിൽ ജോലികൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.